ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കർത്ത ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നൽകിയ കർത്ത ദിവസത്തിൽ നമുക്ക് ആണ്ടവരെ സ്തുതിപ്പാം. ആണ്ടവർ നമ്മളോട് നമ്മൾ ഫിലിപ്പിയ ലേഖനം ഇന്ന് എപ്പിസോഡ് 101 താൻ നമ്മൾ പഠിക്കുന്നത്. 101 ഫിലിപ്പിയ ലേഖനം 1:21 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ താൻ വാസിക്കാൻ പോകുന്നത്. 1 മുതൽ 21 തൊട്ട് 22 വരെ താൻ വാസിക്കുന്നത്. നമ്മൾ ഇന്ന് വാസിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തിരിയും. അവന് 20ാം വാക്യത്തിൽ നമുക്ക് ഒന്ന് കൊഞ്ചം പോയിടാം. പാക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് തിരിയും. 20ാം വാക്യത്തിൽ എന്നാ சொல்லுது? എനിക്ക് യാതൊരു രീതിയിലും ഒരു ലജ്ജയും கிடைக்காது. എനിക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു ഇതിൽ, അതായത് കഷ്ടം വന്നാലും ദുഃഖം വന്നാലും അല്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നാലും എங்கே കിടന്നാലും എനിക്ക് യാതൊരു ദുഃഖമേ கிடைக்காது. ഞാൻ ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് അതായത് നമ്മൾ ഇങ്ങ பார்த்தது ഞാൻ പൂർണ്ണം ധൈര്യം പൂണ്ട് ഞാൻ ആണ്ടവരുടെ വേല ചെയ്യും. ഞാൻ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ഞാൻ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാൽ ആകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. അതായത് ആണ്ടവരായ യേശുക്രിസ്തു ഞാൻ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോവാതെ ആണ്ടവരായ യേശുക്രിസ്തു എൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ജീവനാൽ ആകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. ഞാൻ എന്നെ പണ്ണും, ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിനെ മഹിമപ്പെടുത്തും, ഞാൻ പോഴ്ത്തിടും. അതുതാൻ എൻ്റെ ആശ, അല്ലെങ്കിൽ അതാണ് എൻ്റെ തിട്ടം, അല്ലെങ്കിൽ അതുതാൻ എനിക്ക് എൻ്റെ ചിത്തം. അതായത് അവന് അപ്പോസ്തലനായ പൗലോസ് சொல்றது, എനിക്ക് ഈ കഷ്ടമോ ദുഃഖമോ ഒന്നും തന്നെ എനിക്ക് ഭയമില്ല. അല്ലാതെ ഞാൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് യാതൊരു ഭയവും கிடைக்காது. എന്തുകൊണ്ട്? ഞാൻ പൂർണ്ണ ധൈര്യം പൂണ്ടിരിക്കുക. കാരണം എന്തുകൊണ്ട് ഭയപ്പെടാതെ? കാരണം ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ നാമം മഹിമപ്പെടണം. അതായത് ആര് താൻ ഇങ്ങ അവൻ്റെ ശരീരത്തിലിരിക്കുകയും ஆண்டவராய் இயேசு கிறிஸ்து, அதாவது பரிசுத்த ஆவியை பற்றி ஆண்டவராய் இயேசு பவுலோஸ் சொல்லுது, அதுதான் இயேசு கிறிஸ்து. അതായത് പരിശുദ്ധ ആവിയും യേശു ക്രിസ്തുവും ഒന്ന് തന്നെ എന്ന് താൻ சொல்லுது. അതായത് ഇങ്ങനെ சொல்லுது, അവൻ നമുക്ക് നല്ലപോലെ പൊടിയും നമ്മൾ വചനം പഠിക്കുന്നു മനസ്സിലായി. ആണ്ടവരായ യേശു ക്രിസ്തു ചൊല്ലി, ഞാൻ ഒരു കാര്യസ്ഥനെ അയച്ചിട്ട് ഇങ്ങനെ നമ്മൾ കാര്യസ്ഥൻ എന്ന് சொல்லிட்டு ഇങ്ങനെ சொல்லுது. ഇങ്ങനെ എന്താ சொல்லுது? ഞാൻ യേശു ക്രിസ്തു എൻ്റെ ശരീരത്തിലിരിക്കെ. അന്നേരം ആരാ ശരീരത്തിലിരിക്കുന്നത്? പവിത്രാവിയാ യേശു ക്രിസ്തുവാ. അതായത് യേശു ക്രിസ്തുവും പവിത്രാവിയും ഒന്ന് തന്നെ എന്ന് ഇங்கே പൗലോസ് சொல்லுது. അവൻ சொல்லுது, ഞാൻ അതുകൊണ്ട് ഞാൻ എന്നെ പണ്ണും ആണ്ടവരെ മഹർഷി പണിടും, അല്ല മഹർഷി ചെയ്തിടും എന്നത്. കാരണം അവൻ എൻ്റെ ശരീരത്തിലിരിക്കുകയും അന്നേരം എനിക്ക് എൻ്റെ മഹിഴ്ച പണ്ണത് എൻ്റെ കടമ താൻ എനിക്കത് ചെയ്യണം. അതല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് ഇங்கே അപ്പോസ്തലനായ പൗലോസ് ചൊല്ലിടും. അതുകൊണ്ട് അതുമാത്രമല്ല അതുതാണ് എൻ്റെ എൻ്റെ പ്രതീക്ഷ. അതുതാണ് എൻ്റെ പ്രതീക്ഷ. അതായത് എൻ്റെ ഈ ഇഷ്ടം അതുതാൻ, അല്ലെങ്കിൽ എൻ്റെ തേവ അതുതാൻ, അല്ലെങ്കിൽ എനിക്ക് അതുതാൻ പിടിക്കുന്നത്. കാരണം ആണ്ടവരായ യേശു ക്രിസ്തുവിനെ മഹർഷി പണ്ണണം, അല്ലെങ്കിൽ അവനെ പോഴ്ത്തിയിടണം, അവനെ സ്തുതിക്കണം. അതുതാൻ എൻ്റെ മഹർഷി. കാരണം ആണ്ടവരുടെ നാമം താൻ ഉയർന്നിടണം, അവനെ താൻ എനിക്ക് മഹത്വപ്പെടുത്തണം. അതുതാൻ എനിക്ക് சொல்லுது. അത് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തത് എൻ്റെ പ്രതീക്ഷയും എൻ്റെ പ്രത്യാശ, അതായത് എൻ്റെ ചിത്തം അതുതാൻ എൻ്റെ അതുകൊണ്ട് താൻ എനിക്ക് അതുകൊണ്ട് സന്തോഷം கிடைக்குது എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ 21ാം വാക്യം തൊട്ട് നമ്മൾ പിന്നെ വായിക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഇത് പെരിയ ഒരു നല്ല വാക്യം താൻ. ഞാൻ ഇത് വായിക്കുമ്പോൾ എപ്പോഴും എനിക്കും അത് വളരെ ചൈതന്യം നൽകിയിരിക്കുക, അല്ലെങ്കിൽ ரொம்ப മനസ്സിന് തൃപ്തി നൽകിയിരിക്കുക. എന്ന വാക്യത,
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് അത് ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിന് താൻ ഞാൻ ജീവിക്കുന്നത് ആണ്ടവരായ യേശു ക്രിസ്തുവിന്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അതല്ല, ഞാൻ മരിത്തുപോയാൽ അല്ലെങ്കിൽ ഞാൻ ഇറന്നു പോയാൽ എനിക്കത് ലാഭമായി കിടക്കും. അത് എന്നാ അതിൻ്റെ അർത്ഥം എന്നാ നമുക്ക് പിടിയുമാ. അതായത് നമ്മൾ ജീവനോടിരിക്കുമ്പോൾ അത് ഞാൻ അവന് വേണ്ടി മറ്റും തന്നെ ഞാൻ വേല പണ്ണും. അവൻ താൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന അവൻ്റെ ആത്മാവ് താൻ, അല്ലെ അവൻ്റെ ആവി താൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ആവി കാരണം ഞാൻ ജീവിക്കുന്നത് ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുവാൻ തക്കോണമാണ് ഞാൻ ജീവിക്കുന്നത്. അതിൽ എനിക്ക് കഷ്ടം വരാം, ദുഃഖം വരാം, പ്രയാസങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം. അതൊന്നും എനിക്ക് കവലയേയില്ല. എന്തുകൊണ്ട് കവലയില്ല? കാരണം ഞാൻ ജീവനോടിരുന്നാൽ ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ മഹർഷി പണിടും. അതുതാൻ അവൻ്റെ ചിത്തം. ആ മഹർഷി പണിത് ആർക്ക്? ആണ്ടവരായ യേശു ക്രിസ്തുവിന് താൻ മഹർഷി പണിടും. നമ്മൾ നല്ലപോലെ വിസാരിച്ചിട്ട് അവൻ്റെ ചിത്തം എന്താണ്? അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ ചിത്തം എന്താ? ആണ്ടവരുടെ നാമം മഹർഷി പണണം, അല്ലെങ്കിൽ ആണ്ടവരെ പുകഴ്ത്തണം, അല്ലെങ്കിൽ ആണ്ടവരെ നാമം എല്ലായിടത്തുമേ പോയിടണം, അല്ലെങ്കിൽ അവൻ്റെ വേല ചെയ്യുവാൻ തക്കോണം താൻ ഞാൻ നിശ്ചയം പണിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ജീവൻ ഇരിക്കുന്നത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി താൻ ജീവിക്കുന്നത്. അത് ഞാൻ എന്നാൽ മരിത്താൽ എനിക്ക് ലാഭം கிடைക്കും. എപ്പോഴും ലാഭം கிடைക്കും? മരിച്ചു കഴിഞ്ഞാൽ എങ്കിൽ പോയിടും? ക്രിസ്തുവിനോടൊപ്പം പോയിടും. അതെനിക്ക് ലാഭം. ഇപ്പം ഞാൻ ആണ്ടവരായ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, ഞാൻ ജീവിക്കുന്നു. ഇപ്പം ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി. ഞാൻ മരിത്താൽ ക്രിസ്തുവിനോടൊപ്പം. നിങ്ങൾ പൊടിഞ്ഞോ ഇല്ലയോ എങ്കിൽ തിരിയാതെ എന്നാലും ഞാൻ ഒന്നുകൂടെ അതായത് ഞാൻ മരിത്ത് കഴിഞ്ഞാൽ ഞാൻ എங்கே പോയിടും? ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ പക്കം താൻ പോയിടും. അത് എനിക്ക് ലാഭമായിരിക്കുക. അതുകൊണ്ട് മരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. നമ്മൾ ഒരു വ്യാപാരം ചെയ്യുവാണെങ്കിൽ, വ്യവസായം പണ്ണുവാണെങ്കിൽ നമ്മൾ എന്നാ പാക്കുന്നത്? നമുക്ക് ലാഭം கிடைக்குമോ ഇല്ലയോ? ഈ വ്യവസായം കൊണ്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് കൊണ്ട് നമുക്ക് ലാഭം கிடைக்குമോ ഇല്ലയോ? അല്ലെങ്കിൽ ഏത് ബിസിനസ് നമ്മൾ എന്നാ വ്യാപാരം ചെയ്താലും അതുകൊണ്ട് നമുക്ക് ലാഭം. അതുകൊണ്ട് താൻ ബിസിനസ് പണ്ണുന്നത്. ബിസിനസ് എന്നാ ലാഭം. അപ്പോൾ ഇവൻ சொல்லுക, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാഭമായിരിക്കും. അതായത് ലാഭമായിരുന്നാൽ എനിക്ക് ആണ്ടവരായ യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ പറ്റും. ഒന്ന് വിസാരിച്ച് നോക്കി പൗലോസിൻ്റെ ആ വിസാരം എത്ര വലുത്. അവൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഞാനിപ്പം ജീവിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാ പണ്ണും? ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ മഹിഴ്ച പണ്ണാൻ വേണ്ടി, അല്ലെങ്കിൽ ആണ്ടവർ ക്രിസ്തുവിൻ്റെ നാമം മഹിമപ്പെടുവാൻ വേണ്ടി താൻ ഞാൻ ജീവിക്കും. അവന് വേണ്ടി താൻ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ പർപ്പസ് എന്നാ? ഞാൻ ജീവിക്കുന്നതിൻ്റെ പർപ്പസ് എന്നതാ? ആണ്ടവരായ യേശു ക്രിസ്തു താൻ എൻ്റെ പർപ്പസ്. അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ചിത്തം പണ്ണുക. ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ചിത്തം പണ്ണുമ്പോൾ എന്നെ പറ്റും? അവൻ്റെ നാമം മഹർഷിപ്പെടും. അത് മഹർഷിപ്പെടാൻ വേണ്ടി താൻ അവൻ വിചാരിക്കുന്നത്. അത് മറ്റുമല്ല, മഹർഷിപ്പെടും എന്ന് മറ്റുമല്ല, അവൻ ഞാൻ മരിക്കുന്നത് എനിക്ക് ലാഭം. അതായത് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ എനിക്ക് വേണ്ട, പ്രയാസങ്ങൾ എനിക്ക് கிடைക്കാതെ, എനിക്ക് ദുഃഖങ്ങൾ கிடைക്കാതെ, പ്രയാസങ്ങൾ கிடைക്കാതെ എന്താ ഞാൻ മരിച്ചാൽ എന്നെ പറ്റും? ഞാൻ സ്വർഗത്തിലേ പോയിടും. എൻ്റെ ആത്മാവ് എங்கே ഇരിക്കേ? സ്വർഗത്തിലിരിക്കുക. സ്വർഗത്തിലിരിക്കും. ഞാൻ ആണ്ടവരുടെ ഒപ്പം ഇരിക്കുക. അന്നേരം എനിക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും கிடைക്കാതെ. അതുതന്നെയല്ല, എനിക്ക് ആണ്ടവരുടെ ഒപ്പം ഇരിക്കുന്നതാണ് എനിക്ക് രമ്പ ചിത്തം. എൻ്റെ ചിത്തം അതുതാൻ, എൻ്റെ ഇഷ്ടം അതുതാൻ. ഞാൻ ആണ്ടവരുടെ ഒപ്പം ഇരിക്കണം. അതുകൊണ്ട് അവൻ சொல்லுന്നത്, ഞാൻ മരിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും ജീവിക്കുന്ന ക്രിസ്തുവും താൻ എന്ന് ഇങ്ങനെ சொல்லிடு. 21 വാക്യം 22 വാക്യത്തിൽ നമ്മൾ എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക്
ഫലം വരുമെങ്കിൽ, അതായത് சொல்ல ഞാൻ എന്നാൽ ജീവിച്ചിരുന്നാൽ, അതായത് ഞാൻ ജഡത്തിൽ, അതായത് ഞാൻ ഈ ശരീരത്തിൽ ഞാൻ ജീവിച്ചിരുന്നാൽ അതുകൊണ്ട് എന്നെ പറ്റും ഫലം கிடைக்கும். അത് ആർക്ക് ഫലം கிடைக்குമെന്ന് എങ്കിൽ சொல்லுന്നത്, ജഡത്തിൽ ജീവിക്കുന്ന എനിക്ക് വേലയ്ക്ക് ഫലം കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരുന്നാൽ എന്നെ പറ്റും ആണ്ടോടെ വേലയ്ക്ക് ഫലം கிடைக்கும். ഞാൻ വേറെ മക്കളോട് ഞാൻ പേശി അല്ലെങ്കിൽ ആണ്ടവരുടെ മഹിമയെ പറ്റി ഞാൻ ചൊല്ലി അല്ലെങ്കിൽ ആണ്ടവരെ ഞാൻ സ്തുതിച്ച് ആണ്ടവരെ പുകഴ്ത്തി ആണ്ടവർക്ക് ചിത്തമായി ചെയ്ത് ആണ്ടവർക്ക് ഫലം கிடைக்கும். ആണ്ടവർക്ക്, അതായത് ഞാൻ പിന്നെയും കൊഞ്ചം കൂടെ ആത്മാക്കളെ ആണ്ടവരുടെ പക്കത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിടും. അന്നേരം അതുകൊണ്ട് ഞാൻ എന്നാ വിചാരിക്കുന്ന, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നാ പറ്റും എന്നായാലും ലാസ്റ്റിൽ കൺക്ലൂഷൻ എന്നാ ചൊല്ലുന്നത്, അതായത് അവസാനം എന്നത് എനിക്ക് ഞാൻ ഇതുകൊണ്ട് 2 നാളും ഞാൻ മനസ്സ് കലങ്ങിയിരിക്കുന്നത് എന്ന് ചൊല്ലുന്നത്. ഞാൻ ഇങ്ങനെ ചൊല്ലുന്നത്, അതുകൊണ്ട് ഞാൻ എന്നാ പണ്ണോന്ന് എനിക്ക് தெரியாது. അതായത് ഞാൻ മരിക്കണമോ ഞാൻ ജീവിക്കണമോ. മരിക്കുവാണെങ്കിലും എനിക്ക് ലാഭം താൻ, എന്നാൽ അത് എനിക്ക് മട്ടും താൻ ലാഭം. ജീവിക്കുന്നാൽ എനിക്ക് ആണ്ടോർക്ക് ലാഭം கிடைக்கும். കാരണം ആണ്ടോർക്ക് ഫലം ഞാൻ കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഏതാ ചെയ്യേണ്ടത്? ആണ്ടോർക്ക് ഫലം കൊടുക്കുന്നത് ചെയ്യണമോ അതോ ഞാൻ എനിക്ക് ഫലമാകുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ പണ്ണോന്ന് എനിക്ക് തന്നെ പൊടിയാതെ, എനിക്ക് തിരിയാതെ അത്രയ്ക്ക് പ്രയാസത്തിൽ കൂടെ ഞാൻ പോവുകയാണ്. കാരണം എനിക്ക് രണ്ടുമേ ലാഭം താൻ. കാരണം ആണ്ടവർക്ക് കാരണം എൻ്റെ ചിത്രം തന്നെ ആണ്ടവർക്ക് വേണ്ടി വേല പണ്ണുക. അന്നേരം ഞാൻ മരിത്താൽ ഞാൻ എന്നെപ്പോഴും ആണ്ടവർക്ക് എനിക്ക് വേല ചെയ്യാൻ മുടിയാതെ. ഞാൻ ജീവിത്താൽ എന്നെ പണ ഞാൻ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യും, ആണ്ടവർക്ക് വേണ്ടി ഫലം കായ്ക്കും. അന്നേരം ഏതാണ് നല്ലത്? അതിപ്പോൾ ഞാൻ ഇത് തിരിച്ചെടുക്കണമോ അത് തിരിച്ചെടുക്കണമോ? അത് ഞാൻ മരിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ സെൽഫിഷ്നെസ് ആവും. കാരണം എനിക്ക് മട്ടും താനേ ലാഭം கிடைക്കുന്നത് അല്ലയാ. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് മട്ടും തന്നെ ലാഭം. ഞാൻ സ്വർഗത്തിൽ പോയിടും. എന്നിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടത് എനിക്ക് മട്ടും തന്നെ. അതോ ഞാൻ ആണ്ടോർക്ക് ചിത്തമായ അതാണോ വേണ്ടി? അത് ഞാൻ മരിക്കുന്നാലും ജീവിത്താലും എനിക്ക് യാതൊരു പ്രയാസമില്ല. എങ്കിൽ ഞാൻ വചനം നിർത്തിടുക. ആണ്ടോ നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തിന് നമുക്ക് സ്തോത്രം പണിടാം. നമ്മൾ പാക്കണം. അപ്പോസ്തലനായ പൗലോസ് പോലെ ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭം. നമ്മുടെ ജീവിതത്തിൽ അത് താനായിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവാണ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി താൻ വേല പണ്ണുന്നത്, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ സമയം നമ്മൾ നടത്തുന്നത്. இங்கே பவுலோஸ் சொல்லுന്ന வசனம் നമുക്ക് பார்க்கலாம். എൻ്റെ സമയം ഇங்கே മുടിഞ്ഞാച്ച് ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ കൃപ നിങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ആണ്ടവർക്ക് നാമം എന്ന് മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.